പത്തനംതിട്ട തിരുവല്ലയിലെ CPM വിഭാഗീയതയിൽ ജില്ലാ നേതൃത്വം സമവായ ചർച്ച നടത്തും. ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിപ്പിച്ചു. സമവായമില്ലെങ്കിൽ ഏരിയ ലോക്കൽ കമ്മിറ്റികൾ പിരിച്ചുവിട്ടേക്കും. മിഥുൻ മുരളി ചേരുന്നു. മിഥുനിലേക്ക് എത്താം. വലിയ രീതിയിലുള്ള വിഭാഗീയത പ്രശ്നങ്ങളാൽ ഉഴലുകയാണ് CPM നിലവിൽ. പത്തനംതിട്ട തിരുവല്ലയിലെ CPM വിഭാഗീയതയിൽ ജില്ലാ നേതൃത്വം സമവായ ചർച്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു. സമവായമായില്ലെങ്കിൽ ഏരിയ ലോക്കൽ കമ്മിറ്റികൾ പിരിച്ചുവിട്ടേക്കുമെന്നുള്ള സൂചനകളും ഉണ്ട്. പാർട്ടിയുമായി ബന്ധമില്ലാത്തവർ പോലും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളിലേക്ക് വരുന്നതിന് വലിയ രീതിയിലുള്ള വിമർശനമുയർന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെതിരെ വിമർശനം ഉയർത്തിയവർക്കെതിരെയും നടപടികൾ ഉണ്ടാകുമെന്നുള്ള ധാരണകൾ വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ വിഭാഗീയതയിൽ ജില്ലാ നേതൃത്വം തന്നെ ഇടപെട്ടിരിക്കുകയാണ്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പത്തനംതിട്ട തിരുവല്ലയിലെ CPM വിഭാഗീയതയിൽ ജില്ലാ നേതൃത്വം സമവായ ചർച്ച നടത്തും. സമവായ ചർച്ച വിജയിച്ചില്ല എങ്കിൽ ഏരിയ ലോക്കൽ കമ്മിറ്റികൾ പിരിച്ചുവിട്ടേക്കുമെന്നും അറിയാൻ കഴിയുന്നു. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ. ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തന റിപ്പോർട്ട് നവംബർ 13 തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം ചേർന്നപ്പോൾ അവതരിപ്പിച്ചിരുന്നു. ഈ ലോക്കൽ സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിലെ പേജ് 9 ആയപ്പോഴേക്കും ജില്ലാ സെക്രട്ടറി ഇടപെട്ട് ഈ റിപ്പോർട്ട് വായിക്കുന്നത് നിർത്തിവെപ്പിക്കുകയായിരുന്നു. കടുത്ത രൂക്ഷമായിട്ടുള്ള വിഭാഗീയതയുടെ ഭാഗമായിട്ടുള്ള പരാമർശങ്ങളായിരുന്നു ഏകദേശം 3 പേജുകളോളം ഉണ്ടായിരുന്നത്. നേരത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന CC സജിമോനെതിരെയായിരുന്നു ഈ വിഭാഗീയതയുടെ ഭാഗമായിട്ടുള്ള പരാമർശങ്ങൾ 9ാമത്തെ പേജ് മുതൽ ഉണ്ടായിരുന്നത്. CC സജിമോനെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്നിരുന്നു. ഈ ആരോപണം ഉള്ളയാളെ പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ചെയ്തു. പാർട്ടിയിൽ നിന്നും ഇയാളെ പുറത്താക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിരുന്ന കമ്മിറ്റിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക്കും ഉൾപ്പെട്ടിരുന്നു. തോമസ് ഐസക്ക് ഇത്തരത്തിലുള്ള നടപടി എടുത്തതിനെതിരെ തോമസ് ഐസക്കിനെ ലോക്സഭാ ഇലക്ഷനിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി CC സജിമോന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം പ്രവർത്തകർ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിച്ചിരുന്നത്. CPMന്റെ സംസ്ഥാനത്ത് തന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്താൻ വേണ്ടി തിരുവല്ലയിലെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ശ്രമിച്ചു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായിരുന്നു, പരാതിയായിരുന്നു, പരാമർശങ്ങളായിരുന്നു ഈ പേജിൽ ഉണ്ടായിരുന്നത്, ലോക്കൽ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ പ്രവർത്തന റിപ്പോർട്ട് അവതരണം നിർത്തിവെക്കുകയും ജില്ലാ സെക്രട്ടറി ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തന റിപ്പോർട്ട് പ്രതിനിധികളിൽ നിന്ന് തിരികെ വാങ്ങിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രവർത്തന റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ കടുത്ത വിഭാഗീയത ഉയരുകയും ഇരുപക്ഷമായി ചേർന്നുകൊണ്ട് CC സജിമോനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും ഇയാളെ പുറത്താക്കണം, പാർട്ടിയിൽ തിരിച്ചെടുത്തത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളും കൂടി വളരെ വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ ലോക്കൽ സമ്മേളനത്തിൽ ഉണ്ടാവുകയും പിന്നീട് ഈ ലോക്കൽ സമ്മേളനം നടക്കാതെ പോവുകയുമായിരുന്നു. രണ്ടാമത് ലോക്കൽ സമ്മേളനം നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും ഇത്തരത്തിൽ തന്നെ ഇത് അലങ്കോലമാകുന്ന സാഹചര്യമായിരുന്നു തുടർന്നും ഉണ്ടായത്. ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം, ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ജില്ലാ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു സമവായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമായിരിക്കും ജില്ലാ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേകം വിളിപ്പിച്ച് ഇന്ന് പത്തനംതിട്ടയിൽ വെച്ച് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ജില്ലാ സെക്രട്ടറി നേരിട്ട് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സമവായ ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തിരുവല്ലയിൽ വെച്ച് ഒരു യോഗം ചേരാതെ മുഴുവൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും പത്തനംതിട്ടയിലേക്ക് വിളിപ്പിച്ച് നേരിട്ട് സംസാരിക്കുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു സമവായ ശ്രമങ്ങൾ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുന്ന നടപടികളിലേക്കായിരിക്കും സംസ്ഥാന നേതൃത്വം പോവുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വരുന്ന ചർച്ചയിലും ഇത്തരത്തിൽ ഈ CC സജിമോൻ എന്ന അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാവിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആളുകളും അദ്ദേഹത്തെ എതിർക്കുന്ന മറ്റൊരു വിഭാഗം ആളുകളും തമ്മിലുള്ള വാഗ്വാദങ്ങളും ഇയാളെ പുറത്താക്കണം എന്നുള്ള നടപടി നിലപാട് തന്നെ സ്വീകരിക്കാനുള്ള ഒരു കാര്യവും ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും വാഗ്വാദങ്ങളും കയ്യാങ്കളികളും ഒക്കെ ഉയർന്നു വരാനുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം. ഈ ഒരു ഡിസംബർ 11 പത്തനംതിട്ട തിരുവല്ല ഏരിയ കമ്മിറ്റി യോഗം ചേരാനിരിക്കുന്നത്, സമ്മേളനം ചേരാനിരിക്കുന്നത്. ഈ സമ്മേളനത്തിന് മുന്നോടിയായി മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കണം എന്നുള്ള കർശന നിർദ്ദേശമാണ് സംസ്ഥാന സെക്രട്ടറി ജില്ലാ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.